സാധാരണ ജനങ്ങളോടൊപ്പം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഇഴുകിച്ചേരാൻ അവർക്ക് കഴിയുമെന്നതിനെക്കുറിച്ച് ഓരോ ജനപ്രതിനിധിയും വളരെ ആഴത്തിൽ ചിന്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമാധാനപ്രിയരായ അനേകം നല്ല മനുഷ്യരുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയം ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്നതാകരുത്, അടുപ്പിക്കുന്നതാകരുത്. ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. അതായത് വികസനങ്ങൾ വന്നു എന്ന് പറയുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോചനീയം. അതുപോലെ നമ്മുടെ റവന്യൂ ടവർ അത് പണിത് ഏതാണ്ടോ 5-6 കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് ജീർണിച്ചു തുടങ്ങി. പുതിയ തലമുറ വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്ത് മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഒരു ഫാമിലിയിൽ കൊടുക്കേണ്ട റെസ്പെക്ട് ഇല്ല, സഹോദരങ്ങളെ അറിയത്തില്ല, അല്ലെങ്കിൽ മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു നിർത്തലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരണം. പുതുതലമുറയ്ക്ക് നല്ല വഴികൾ തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ വിഷ്വൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു MLA ആയിരിക്കണം. പ്രായമായില്ല, എനിക്ക് നടന്നു തന്നെ വേണം. അപ്പൊ എനിക്ക് നടന്നു പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇവിടെ ഫുട്പാത്ത് പോലും ശരിക്കില്ല. ഫുട്പാത്തിന് സ്ലാബ് ഇട്ടിരിക്കുന്നതൊക്കെ എന്താ പറയുക, അണീവനായിട്ടാണ്. ഓടെ പോയാൻ സാധ്യതയുണ്ട്. എല്ലാരും ഈ പെൻഷൻ വെച്ചിട്ട് കഴിയുന്നവരാ. അവർക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാല് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ഒരു കെട്ടിടങ്ങളോ പാലങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയാലും കൊള്ളാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കൊള്ളാം, നമുക്ക് ഒത്തിരി ഹെൽത്ത് കാർഡുകളൊക്കെ പാവപ്പെട്ട രോഗികൾക്കൊക്കെ ഹെൽത്ത് കാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല. പല ഹോസ്പിറ്റലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും നമ്മുടെ ജനപ്രതിനിധി ജനകീയനും സത്യസന്ധനും അഴിമതിരഹിതനുമാകണം എന്നുള്ളതാണ് പ്രാഥമികമായ എൻ്റെ നിലപാട്. അതാണ് അടിസ്ഥാനപരമായ നിലപാട്. നമസ്കാരം, ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ. വെൽക്കം ടു വോയിസ് ഓഫ് കുട്ടൂർ. ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും ഒക്കെ പങ്കുവയ്ക്കുവാൻ ഒരു വേദി ഒരുക്കുകയാണ് വോയിസ് ഓഫ് കുട്ടൂർ. ജനശബ്ദം 2026 എന്ന ഈ പരമ്പരയിൽ ഇവിടെ സംസാരിക്കുന്ന മിക്കവരും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരാകാം. പക്ഷെ അവരാരും ഇവിടെ രാഷ്ട്രീയം പറയില്ല. നമ്മുടെ കൊച്ചു കേരളത്തെ പറ്റിയും ഇവരുടെയൊക്കെ നിയോജക മണ്ഡലങ്ങളെ പറ്റിയുമൊക്കെയുള്ള അവരുടെ പ്രതീക്ഷകളും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ പങ്കുവയ്ക്കുക മാത്രമാണ് ജനശബ്ദം എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ. നമുക്ക് നേരിട്ട് ആ ജനശബ്ദം തന്നെ ഒന്ന് കേൾക്കാം. എന്താ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന ആളുകൾക്ക് അവർ മത്സരിച്ച് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ദേശത്തിനെ മുഴുവൻ, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിനെ മുഴുവൻ, ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധമില്ല എന്നുള്ളത് വലിയ ദുഃഖകരമാണത്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാഠമാണ്. ആ തത്വദീക്ഷ ഇല്ലാതെയാണ് എല്ലാ പ്രതിനിധികളും പ്രവർത്തിക്കുന്നതാണ് എൻ്റെ അനുഭവം. കേരളത്തിൽ വന്നതിന് ശേഷം എൻ്റെ അനുഭവം അതാണ്. നമ്മൾ ജനങ്ങളെ സേവിക്കുമ്പോഴാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ടല്ല എന്നുള്ളത്. ആ ബോധം ഇനി വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാലേ നമ്മൾ ശരിക്കും ഡെമോക്രാറ്റിക് ആയി എന്ന് സമ്മതിക്കാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പത്തെ ഗവൺമെന്റിനേക്കാൾ അധികം നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കും എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. പുതിയ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്നാണ്? രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവണം. അതൊരു വ്യാമോഹമാണ്, എന്നാലും അതാണ് ആഗ്രഹം. ആരായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം പാടില്ല. ദേശത്തിന്റെ പ്രതിനിധിയായിട്ട് അങ്ങനെ ഒരു ദേശാഭിമാനം ആവശ്യമാണ് അവർക്ക്. വളരെയധികം വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളെ വധിച്ചു എന്നൊക്കെയാണ് പേപ്പറിൽ വർത്തമാനം കാണാറുണ്ട്. അങ്ങനെ ഒരു ഭയം ഉണ്ടാവാൻ ആർക്കും ഒരു അവകാശം ഇല്ലാത്ത ഒരു ഭരണം തന്നെ വേണം അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ. മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം വേണം. എന്നുവെച്ചാൽ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അത് ശരിയായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ എല്ലാവർക്കും ഒരുപോലെ സഹായകരമായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഒരുപാട് പൈസ ഉണ്ടാവുന്നില്ല. അപ്പൊ അവിടെ ശരിയായിട്ടുള്ള ഡോക്ടേഴ്സ്, ആംബുലൻസ് സൗകര്യം, പിന്നെ മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുന്നത്, വീട്ടില് വന്ന് വിസിറ്റ് ചെയ്യാൻ റെഗുലർ വിസിറ്റ്, അങ്ങനത്തെ സൗകര്യമൊക്കെ ഹെൽത്ത് കാർഡ് ഉണ്ട്, അതവിടെ എടുക്കില്ല. ഗവൺമെന്റ് തന്നെയാണ് ശരിക്കും അത് ചെയ്യേണ്ടത്. സീനിയർ സിറ്റിസൺസ് അവിടെ പോകാൻ പറ്റാത്തവരെ കറക്റ്റായിട്ട് മാസം തോറും ബ്ലഡ് പ്രഷർ എല്ലാം ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു ടീം വേണം. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം, അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. ഇത് നിഷേധിക്കപ്പെടുന്നത് അത് നടപ്പാക്കാനുള്ളതായ പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്ത ഗവൺമെന്റ് അപ്രകാരമുള്ള നടപടികളിൽ മുന്നോട്ട് വരുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. ഇവിടെ വൃദ്ധരായ മാതാപിതാക്കൾ ഇന്ന് അനാഥരായി ഭവനങ്ങളിൽ കഴിയേണ്ടതായി വരുന്നു. അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതും അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളതും ഗവൺമെന്റിന്റെ വലിയ പരിഗണനയിൽ ഉണ്ടാകേണ്ടതായ വിഷയമാണ്. ഞാനൊരു ആശുപത്രിയിൽ ചുമതലക്കാരനായിരുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം.
തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെയും എക്യുപ്ഡ് ആകണം. അവിടെ വരുന്ന രോഗികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി അനുബന്ധ ചികിത്സകൾ തേടാതെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എല്ലാ ചികിത്സയും ഒന്നിച്ചു കിട്ടുന്ന ഒരു സംവിധാനം നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരുക്കുക കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇലക്ഷൻ വരികയാണ്. നമ്മൾ പുതിയ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മളൊക്കെ സജ്ജരായി കഴിഞ്ഞു. തിരുവല്ല ഒരു പൗരാണിക ഗ്രാമമാണ്. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ ഒരിടമാണ്. അതിലുപരി ഇവിടെ സമാധാനപ്രിയരായ അനേകം നല്ല മനുഷ്യരുണ്ട്. രാഷ്ട്രീയം ജനങ്ങളെ അടിപ്പിക്കുന്നതാകരുത്, അടുപ്പിക്കുന്നതാകണം. രാഷ്ട്രീയ നേതാക്കന്മാര് ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ പൊതുസ്വത്താണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് കിട്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവല്ലയിൽ ഇന്നും വികസനം വളരെ അകലെയാണ്. ഇവിടെ ടൂറിസത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ നാട്ടു ടൂറിസത്തെ കോർത്തിണക്കി നമ്മുടെ സംസ്ഥാന ടൂറിസത്തിന് പാക്കേജുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയണം. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് വാങ്ങിച്ചെടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മുടെ നാട് ടൂറിസത്തിന്റെ ഒരു വലിയ സാധ്യതയുള്ള നാടാക്കി മാറ്റുവാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടനാടും അപ്പർ കുട്ടനാടും ടൂറിസം വികസിപ്പിക്കാനായിട്ട് ധാരാളം സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലൂടെ നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് അനേകം ജോലി സാധ്യതകളും അതിൽ തന്നെയുണ്ട്. ഇന്ന് ആർക്കും ഭയം കൂടാതെ നടക്കാൻ നമുക്ക് കഴിയില്ല. വണ്ടി ഓടിക്കുന്നവർക്കും നടന്നു പോകുന്നവർക്കും എതിരെ വരുന്നവരെ കാണുമ്പോൾ ഭയവും സംശയവുമാണ്. കാരണം ഡ്രഗ്സിന്റെ അമിതമായ ലഭ്യത ഇന്ന് നമ്മുടെ ജനതയെ വളരെയധികം വഴിതെറ്റിച്ചിട്ടുണ്ട്. ഈ ഡ്രഗ്സ് നിയന്ത്രിക്കുവാനുള്ളതായ ഒരു വലിയ സ്റ്റെപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് രക്ഷപ്പെടും. ഒരു ജനപ്രതിനിധി ആ നാടിന്റെ റിസോഴ്സസ് കണ്ടെത്തേണ്ട മനുഷ്യനാണ്. നമ്മുടെ ജനങ്ങളുടെ സഹകരണം ഓരോ പ്രതിനിധിയും കണ്ടെത്തി അത് എത്രമാത്രം കൂട്ടായ പ്രയത്നത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നാൽ ഏത് പദ്ധതിയും നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനായിട്ട് സാധിക്കും. അതിന് മുൻകൈ എടുക്കേണ്ടത് ജനപ്രതിനിധിയാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും എന്ന രണ്ട് പദങ്ങൾക്ക് ഒരു സംയോജനം പലപ്പോഴും വരാറില്ല. ചില കാര്യങ്ങളിലെങ്കിലും പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കുക എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ കാണുന്നതേയില്ല. മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അധികാരം നമ്മെ നശിപ്പിക്കുന്നു, ദൂഷിപ്പിക്കുന്നു. പൂർണ്ണമായ അധികാരം നമ്മെ സമ്പൂർണ്ണമായും ദൂഷിപ്പിക്കുന്നു. സമ്പൂർണ്ണമായ അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം പാടെ വെടിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം എന്ന ഒരു ദർശനത്തിലൂടെ പുതിയ സർക്കാരുകൾ നീങ്ങണമെന്നുള്ളതാണ് എൻ്റെ. വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ഒരു പരിധിവരെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ ഒരു ദർശനത്തിലൂടെ MLA പ്രവർത്തിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധാരണ ജനങ്ങളോടൊപ്പം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഇഴുകിച്ചേരാൻ അവർക്ക് കഴിയുമെന്നതിനെക്കുറിച്ച് ഓരോ ജനപ്രതിനിധിയും വളരെ ആഴത്തിൽ ചിന്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഒരു പുതിയ സാംസ്കാരിക വ്യതിയാനത്തിലേക്ക് എ ഹാപ്പി കൾച്ചറൽ മെറ്റമോർഫോസിസ്, അതായിരിക്കണം പുതിയ MLAയുടെ ദർശനമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയങ്ങളെ മാത്രം ഊന്നിക്കൊണ്ട് മറ്റവയൊക്കെ വകഞ്ഞു മാറ്റുന്ന ശൈലി മാറ്റിക്കൊണ്ട് എല്ലാത്തിനെയും സമഗ്രമായി സംയോജിപ്പിക്കുക. സമുദ്രമാണ് ഉദാഹരണം. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഒഴുകി സമുദ്രത്തിലെത്തുമ്പോൾ എല്ലാത്തിനെയും സമുദ്രം സ്വീകരിക്കുന്നു. എന്നിട്ട് ഒരു സമ്പൂർണതയോടെ അത് നിലനിൽക്കുമെന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് സ്വയം സംശുദ്ധമായി ഒരു നിലനിൽപ്പിലേക്ക് പോവുകയാവണം ഒരു നല്ല ജനപ്രതിനിധി ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. രാമായണത്തിലെ അവസാന ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. പുത്രനെ പിതാവ് സംരക്ഷിക്കുന്നത് പോലെ പ്രജകളെ ശ്രീരാമൻ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി, ഏത് പ്രതിനിധിയാണ് അവരോടേക്ക് ഒരു സന്ദേശം കൊടുക്കുവാനുള്ളത്. സ്വന്തം കുട്ടികളാണ് ഈ പ്രജകളെന്നും ഭരണപരമായി ഞാനൊരു പിതാവാണെന്നും കുട്ടികളെ എങ്ങനെ ഒരു പിതാവ് സംരക്ഷിക്കുന്നു അതുപോലെ ഇവരെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികവും ഭൗതികവുമായ ബാധ്യത എനിക്കുണ്ടെന്നും അത് നിർവഹിക്കുകയാണ് എൻ്റെ നിയോഗം, എൻ്റെ ജീവിത ദൗത്യമെന്നും ആ MLA വിശ്വസിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ചോളം ആസ് എ ഡോക്ടർ നമ്മുടെ ആരോഗ്യരംഗമാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിശ്ചയമായിട്ടും ഒരു ആരോഗ്യമുള്ള ജനതയാണല്ലോ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് തന്നെ. പാവപ്പെട്ട രോഗികൾക്കൊക്കെ ഹെൽത്ത് കാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പല ഹോസ്പിറ്റലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. എല്ലാ ജനങ്ങൾക്കും ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ആണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഡ്രഗ് അബ്യൂസ്. നമ്മുടെ യുവാക്കളിലും കുട്ടികളിലും ഈവൻ കാണുന്ന ഡ്രഗ് അബ്യൂസ്
അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം നിയമങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി ലൂപ്പ് ഹോൾസും ഉണ്ട്. ഈ ലൂപ്പ് ഹോൾസുകൾ അടച്ചുകൊണ്ട് നമുക്ക് ഈ ഡ്രഗ് അബ്യൂസ് എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെങ്ങനെ നിർത്താം എന്നുള്ളതിനെ പറ്റി ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. ഒന്ന്, ആരോഗ്യരംഗത്തെ കാര്യങ്ങളും, രണ്ടാമത്തെ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ കാര്യത്തിലുള്ള. ഒരു MLA എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ വരെ ഉള്ളൂ, പാർട്ടി ബേസിസിലുള്ളൂ. പിന്നെ MLA എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും MLA ആണ്. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനൊരു പാർഷ്യാലിറ്റി വരാൻ പാടില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ അവകാശങ്ങളിലും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിലും ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഈക്വലായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്ന ഒരു MLA ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ അങ്ങനെ കാണുന്നില്ല. ഒത്തിരി പാർഷ്യാലിറ്റി, വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, പല പാർഷ്യാലിറ്റി കാണുന്നുണ്ട്. അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരു സമീപനം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ഒരു MLA ആയി കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ ആളല്ല, അത് ഈ നമ്മുടെ MLA ആണ്. അത് എല്ലാ ആൾക്കാർക്കും റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടിയോ ജാതിയോ അല്ല ക്രീഡോ നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. എല്ലാ ജനങ്ങൾക്കും ഈക്വലായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്ന ഒരു MLA ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കിപ്പോൾ ഒത്തിരി റിസോഴ്സസ് ഉള്ള ജില്ലയാണ്. നമ്മുടെ ഹിൽ ടു ബാക്ക് വാട്ടർ വരെ ഉണ്ട ഒരു ജില്ലയാണ്. നമ്മുടെ ശബരിമല മുകളിൽ നമ്മൾ കുട്ടനാട് വരെയുള്ള ഒരു ഭാഗത്തോട് വികസിപ്പിച്ച് കിടക്കുന്ന ഒരു ജില്ലയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടൂറിസത്തിനാണ്. ഗൂഗിൾ ടൂറിസം. നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ തിരുവല്ലായി തന്നെയുള്ള ചന്തക്കടവിൽ ഒരു ടൂറിസം 10-20 വർഷം മുമ്പ് തന്നെ തുടങ്ങിയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി തുടങ്ങിയാണ്. അത് ഏതാനും മാസങ്ങൾ അത് വർക്ക് ചെയ്തു, പിന്നെ അത് അടച്ചിട്ടേക്കുന്നു. അതിപ്പം സാമൂഹ്യ വിരുദ്ധരുടെയും അതുപോലെ കൊതുക് വളർത്തൽ കേന്ദ്രമായിട്ട് നിർത്തിയിരിക്കുന്നത്. നമുക്ക് അതുപോലെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജില്ലയിലുള്ള ഈ ടൂറിസം വികസനം നമുക്ക് വളരെ സ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് വരും. പിന്നുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള സീനിയർ സിറ്റിസൻസ് ആണ്, എബവ് 60 years. ഞാനൊരു സീനിയർ സിറ്റിസൻസാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ വളരെ പരിമിതമാണ്. ഇപ്പോൾ പല വീടുകളിലും തന്നെ താമസിക്കുന്ന നമ്മളെ സീനിയർ സിറ്റിസൻസ് തന്നെ താമസിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ അൺസെക്യൂർഡായിട്ടുള്ള ഒരു നിലയിലാണ് അത് കഴിഞ്ഞുകൂടുന്നത്. അവർക്കൊരു പ്രയോറിറ്റി കൊടുത്താൽ നല്ലതായിരിക്കും. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പ്രയോറിറ്റി കിട്ടുമോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. 2 വർഷം മുമ്പ് ഉള്ള എൻ്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ട് അതിനെപ്പറ്റി യാതൊരു ഫോളോ അപ്പോ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത് വളരെ ആശങ്കാജനകമായ ഒരു സംഭവമാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൻസാണ്. അവർക്കുള്ളൊരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി അടുത്ത MLA നിശ്ചയമായിട്ടും അത് പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് രാഷ്ട്രീയമുണ്ട്. എന്നിരുന്നാലും ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഒന്നുകൂടി ഗവൺമെൻറ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. മിഡിൽ ക്ലാസ് ആളുകൾക്ക്, ഒരു സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കും കൂടുതൽ ആരോഗ്യ മേഖലകളിൽ അവർക്ക് വേണ്ട സംവിധാനം ഉണ്ടാക്കുവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഒരുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇപ്പോഴും നമ്മുടെ നഗരസഭകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ലൈഫ് പദ്ധതികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അർഹതപ്പെട്ട ഒട്ടനവധി ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ കണ്ടെത്തി അത്യാവശ്യമായി വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കും. ഒരു പുതിയ MLA തിരുവല്ലയ്ക്ക് വരുമ്പോൾ തീർച്ചയായും തിരുവല്ലയുടെ അടിസ്ഥാന വികസനം ഏറ്റവും വലുതാണ്. ഞാൻ ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ കെട്ടിടങ്ങൾ പണിതു എന്നുള്ളത് നമുക്കറിയാം. ഒരു കെട്ടിടങ്ങളോ പാലങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കെട്ടിടങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. OP വിഭാഗം, OP ബ്ലോക്ക് പണിതുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും ആ കെട്ടിടം ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ ഡോക്ടർമാരില്ല, വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല, അതേപോലെ വേണ്ട അതിനുള്ള എക്യുപ്മെൻസുകളില്ല, അതുപോലെ തന്നെ മരുന്നുകളില്ല. അത് വലിയൊരു അപാകത തന്നെയാണ് തിരുവല്ലയെ സംബന്ധിച്ച്. ഒരു പുതിയൊരു MLA വന്നാൽ ആ ഒരു പുതിയ MLAയുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യമായും സ്റ്റേഡിയത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക റോഡുകൾ, അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പൽ ഏറ്റെടുക്കുമ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹായങ്ങളും ഉണ്ടാകണം. കാർഷിക മേഖലയ്ക്ക് എന്നും ഒരു വലിയ സംഭാവന നൽകുന്നത് തിരുവല്ലയാണ്. അപ്പർ കുട്ടനാട്ട് മേഖല, അവിടെ ഇപ്പോഴും കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ഗവൺമെൻറ് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്.
അപ്പോൾ പുതിയ ഒരു ഗവൺമെൻറ് വരുമ്പോൾ, പുതിയ ഒരു MLA വരുമ്പോൾ പൂർണ്ണമായും കാർഷിക മേഖലയെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ നാട് പോകേണ്ടിയിരിക്കുന്നു. അതിന് ഉത്തരവാദിത്തമായ നേതൃത്വം നൽകുവാൻ ഒരു പുതിയ MLAക്ക് സാധിക്കണം. കേരളം സത്യത്തിൽ ഇന്നൊരു വളർച്ചയുടെ പാതയിലാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിലെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഒരു ഏകദേശ പരിഹാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതന്നെയാണ് ഞാൻ. പ്രാഥമികമായ കാര്യങ്ങൾക്ക് ഒരു വികസനം വന്നപ്പോൾ ഇനി ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ വികസനത്തിൻ്റെ നയങ്ങളും തീരുമാനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ കിട്ടുന്ന വരുമാനത്തിലൂടെ കേരളത്തിൽ ഇനി ഉണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാം ഘട്ട വികസനമാണ്. ഇപ്പോൾ കേരളത്തിൽ റോഡുകളുടെ ഒരു ശോച്യാവസ്ഥ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് നല്ല വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പ്രയാസമാണ്. ഈ വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ടൂറിസം ഒരു വലിയ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ കഴിയണം. ഇതെല്ലാം വിജയിപ്പിക്കാൻ കഴിയുന്നത് വലിയ പ്ലാനിംഗ് ഉള്ളത്, ഒരു ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റ്, ഒരു ഭരണമാണ് നമുക്കുണ്ടാകേണ്ടത്. അത്തരം ഒരു ഭരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജനങ്ങളുടെ ഒരു ഐക്യവും സമാധാനവും നിലനിർത്തുന്ന ഒരു ഗവൺമെന്റ്, അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. എപ്പോഴും നമ്മുടെ ജനപ്രതിനിധി ജനകീയനും സത്യസന്ധനും അഴിമതിരഹിതനുമാകണം എന്നുള്ളതാണ് പ്രാഥമികമായ എൻ്റെ നിലപാട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എനിക്ക് നിലവിലുള്ള MLA ശ്രീ മാത്യു ടി തോമസിനെ സംബന്ധിച്ചുള്ള ആ അഭിപ്രായം തന്നെ എനിക്കുണ്ട്. നമ്മുടെ MLA എന്ന് പറയുന്നത് ജനകീയനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, അഴിമതിരഹിതനായിരിക്കണം. അതാണ് MLA സംബന്ധിച്ചുള്ള എനിക്ക് സങ്കല്പം. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം അത് മുരടിച്ച് കിടക്കുന്നു മാത്രമല്ല, അത് നമുക്കൊരു നാണക്കേടായി മാറിയിരിക്കുന്നു. എന്ത് വന്നാലും വലിയൊരു ഇടപെടൽ അതിലുണ്ടാകും. രണ്ടാമതെന്നുള്ളത് തിരുവല്ല KSRTC ബസ് സ്റ്റേഷൻ മാത്രമല്ല, തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റേഷനും, ഇത് രണ്ടും നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുവരണം. KSRTC ബസ് സ്റ്റേഷൻ വലിയൊരു മെട്രോ ബസ് സ്റ്റേഷനായിട്ട് കൊണ്ടുവന്ന കാര്യമാണ്. പക്ഷേ അതിനെ ഫംഗ്ഷൻ ചെയ്യിക്കുന്ന കാര്യത്തിൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒരു നല്ല ആധുനികവൽക്കരിക്കണം, കൊണ്ടുപോകാൻ കഴിയണം. തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളെന്ന് തോന്നിക്കുന്നത് പോലെ തന്നെ അത് നിൽക്കുന്നു. തിരുവല്ലയിൽ കോടതി സമുച്ചയം വന്നിട്ടുണ്ട്. 10-20 വർഷക്കാലമായി കോടതി സമുച്ചയം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം എടുത്തുകൊണ്ട് പ്രവർത്തനം നടക്കാത്ത എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമായിരിക്കും തിരുവല്ലയിലെ കോടതി സമുച്ചയം. അതിനെല്ലാം മാറ്റം ഉണ്ടാകണം. തിരുവല്ലയിലും പ്രദേശത്തും ഒരു ലഹരിയുടെ അധികമായ ഉപയോഗം, കച്ചവടം നടക്കുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം നടക്കുന്നു. ഉറപ്പായിട്ടും അതിനെ നിയന്ത്രിക്കാനുള്ള, തടയാനുള്ള, അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ ശ്രമം അതിന് ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. നമ്മുടെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന കുറ്റൂർ ജംഗ്ഷൻ ഉൾപ്പെടെ, പായിപ്പാട് ജംഗ്ഷൻ ഉൾപ്പെടെ രാവിലെ 100, 200, 300, 400, 500 തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ പണിസ്ഥലങ്ങളിലേക്ക് പോകാനും കെന്തിരിക്കാൻ അവർ താമസിക്കുന്നു. ഇവരൊക്കെ എവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇവരുടെ ഒരു ഐഡന്റിറ്റി, ഇവരാരാണ്, എന്താണ്, ബംഗ്ലാദേശിയാണോ, ബർമ്മക്കാരനാണോ, ഹരിയാനക്കാരനാണോ, രാജസ്ഥാൻകാരനാണോ, ഒന്നും അറിയാതെ പല കുറ്റകൃത്യങ്ങളിലും അവസാനം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവരിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു കൃത്യമായ ലിസ്റ്റ് ഉണ്ടാകണം, ഒരു നല്ല ഐഡന്റിഫിക്കേഷൻ. അത് ലോക്കൽ ബോഡീസിന് കൊടുക്കാം, അല്ലെ ഗവൺമെന്റ് തലത്തിലാകാം. അതുകൊണ്ട് അവരുടെ കൃത്യമായ കണക്ക്, അവരുടെ താമസ സൗകര്യം, അവരുടെ പോക്കുവരവുകൾ, ഇതെല്ലാം സംബന്ധിച്ച് അത് ആ മേഖലയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനശബ്ദത്തിൻ്റെ ഈ ആദ്യ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് താമസിയാതെ കണ്ടുമുട്ടാം. വരും ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. This is Radhakrishnan Kuttur signing off from Voice of Kuttur, bridging heritage and headlines. Thank you.